താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ ഏത്? 1/2, 2/3, 5/6, 3/4. ഓപ്ഷനുകൾ 1/2, 2/3, 5/6, 3/4. ശരിയായ ഉത്തരം 1/2. വിശദീകരണം: ഈ ഭിന്നസംഖ്യകളെ താരതമ്യം ചെയ്യാൻ അവയുടെ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരേ സംഖ്യയാക്കുക. 2, 3, 6, 4 എന്നിവയുടെ ലസാഗു അല്ലെങ്കിൽ LCM 12 ആണ്. അതുകൊണ്ട് തന്നെ 1/2 സമം 6/12 ആകുന്നു. 2/3 സമം 8/12, 5/6 സമം 10/12, 3/4 സമം 9/12. ഇവയിൽ അംശം അഥവാ ന്യൂമറേറ്റർ ഏറ്റവും ചെറുത് 6 ആയതിനാൽ ഏറ്റവും ചെറിയ ഭിന്നസംഖ്യ 6/12 അഥവാ 1/2 ആകുന്നു. രാജു അയാളുടെ മാസവരുമാനത്തിന്റെ 75% ചിലവഴിക്കുകയും 4400 രൂപ സമ്പാദിക്കുകയും ചെയ്യുന്നു. എങ്കിൽ രാജുവിന്റെ മാസവരുമാനം എത്ര? ഓപ്ഷനുകൾ 16,000 രൂപ, 22,000 രൂപ, 17,600 രൂപ, 4,400 രൂപ. ശരിയായ ഉത്തരം 17,600 രൂപ. വിശദീകരണം: രാജു സമ്പാദിക്കുന്ന തുക വരുമാനത്തിന്റെ 100% മൈനസ് 75%. അതായത് വരുമാനത്തിന്റെ 25% സമം 4,400 രൂപ. വരുമാനം 100% സമം 4,400/25 × 100 സമം 4,400 × 4 സമം 17,600 രൂപ. 12 + 2/5 + 1 സമം എത്ര? ഓപ്ഷനുകൾ 13.4, 13.2, 12.4, 12.2. ശരിയായ ഉത്തരം 13.4. വിശദീകരണം: 2/5 സമം 0.4. അപ്പോൾ 12 + 0.4 + 1 സമം 13.4. താഴെ പറയുന്നവയിൽ ഏതാണ് മലയാള അക്കത്തിൽ 8നെ സൂചിപ്പിക്കുന്നത്? ശരിയായ ഉത്തരം 8. വിശദീകരണം: മലയാള അക്കങ്ങൾ താഴെ പറയുന്നവയാണ്. താഴെ പറയുന്നവയിൽ തുറന്ന ചോദ്യത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? ഓപ്ഷനുകൾ: എല്ലാ ഉത്തരങ്ങളും ശരിയായിരിക്കും, കൂടുതൽ ശരിയായ ഉത്തരങ്ങളുണ്ട്, പ്രശ്നപരിഹാരത്തിന് കൂടുതൽ വഴികളുണ്ട്, ഇത് വ്യത്യസ്തമായ ചിന്തനം പ്രോത്സാഹിപ്പിക്കുന്നു. ശരിയായ ഉത്തരം: എല്ലാ ഉത്തരങ്ങളും ശരിയായിരിക്കും. വിശദീകരണം: തുറന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും ഒന്നിലധികം ശരിയായ ഉത്തരങ്ങളോ പരിഹാരങ്ങളോ ഉണ്ടാവാം. എന്നാൽ എല്ലാ ഉത്തരങ്ങളും ശരിയായിരിക്കണമെന്നില്ല. തുറന്ന ചോദ്യങ്ങൾ കുട്ടിയുടെ വ്യത്യസ്ത ചിന്താശേഷിയെ പ്രോത്സാഹിപ്പിക്കുന്നു. ഗണിതശാസ്ത്രജ്ഞന്മാർക്ക് നോർവേ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് നൽകുന്ന അവാർഡ് ഏത്? ഓപ്ഷനുകൾ: ഷാ പ്രൈസ്, ഫീൽഡ് മെഡൽ, എബേൽ പ്രൈസ്, രാമാനുജൻ പ്രൈസ്. ശരിയായ ഉത്തരം എബേൽ പ്രൈസ്. വിശദീകരണം: നോർവേയിലെ അക്കാദമി ഓഫ് സയൻസ് ആൻഡ് ലെറ്റേഴ്സ് നൽകുന്ന ഈ പുരസ്കാരം ഗണിതശാസ്ത്രത്തിന്റെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്നു. 1 ബില്യൺ എത്രയാണ്? ഓപ്ഷനുകൾ: 10⁻9, 10⁻10, 10⁻12, 10⁻15. ശരിയായ ഉത്തരം 10⁻9. വിശദീകരണം: 1 ബില്യൺ എന്നാൽ 100 കോടിയാണ്. ഇതിനെ 10ന്റെ കൃതിയായി എഴുതുമ്പോൾ 1,000,000,000 സമം 10⁻9 എന്ന് ലഭിക്കുന്നു. താഴെ കൊടുത്തിട്ടുള്ള ശ്രേണിയിലെ അടുത്ത സംഖ്യ ഏത്? 2, 4, 12, 48, 240. ഓപ്ഷനുകൾ: 720, 1200, 1440. ശരിയായ ഉത്തരം 1440. വിശദീകരണം: ഈ ശ്രേണിയിലെ സംഖ്യകൾ ഗുണനത്തിലൂടെയാണ് രൂപപ്പെടുന്നത്. 2 × 2 സമം 4, 4 × 3 സമം 12, 12 × 4 സമം 48, 48 × 5 സമം 240, 240 × 6 സമം 1440. 240 മീറ്റർ നീളമുള്ള ഒരു ട്രെയിൻ 54 km/മണിക്കൂർ വേഗതയിൽ ഒരു വൈദ്യുതി തോണിനെ കടന്നുപോകാൻ എത്ര സമയമെടുക്കും? ഓപ്ഷനുകൾ: 1, 16 സെക്കൻഡ്, 2, 15 സെക്കൻഡ്, 3, 18 സെക്കൻഡ്, 4, 12 സെക്കൻഡ്. ശരിയായ ഉത്തരം 16 സെക്കൻഡ്. വിശദീകരണം: വേഗതയെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുക. 54 km/മണിക്കൂർ സമം 54 × 5/18 മീറ്റർ/സെക്കൻഡ് സമം 3 × 5 സമം 15 മീറ്റർ/സെക്കൻഡ്. ഒരു തൂണിനെ കടന്നുപോകാൻ ട്രെയിൻ അതിന്റെ നീളത്തിന് തുല്യമായ ദൂരം സഞ്ചരിക്കണം. സമയം സമം ദൂരം ബൈ വേഗത 240 മീറ്റർ/15 മീറ്റർ/സെക്കൻഡ് സമം 16 സെക്കൻഡ്.
1.2 ഇൻറ്റു 1.2 ഇൻറ്റു 1.2 മൈനസ് 1.2 ഇൻറ്റു 0.2 ഇൻറ്റു 0.2 ഭാഗം 1.2 ഇൻറ്റു 1.2 പ്ലസ് 1.2 ഇൻറ്റു 0.2 പ്ലസ് 0.2 ഇൻറ്റു 0.2. ഓപ്ഷനുകൾ 1 1.2 2 0.2 3 1.0 4 1.4. ശരിയായ ഉത്തരം 1.0. വിശദീകരണം: ഇതൊരു ഗണിത സമവാക്യത്തിന്റെ രൂപത്തിലാണ്. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഭാഗം എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ സമം എ മൈനസ് ബി. ഇവിടെ എ സമം 1.2, ബി സമം 0.2. അപ്പോൾ ഉത്തരം 1.2 മൈനസ് 0.2 സമം 1.0. താഴെ കൊടുത്തിട്ടുള്ള ഗണിതശാസ്ത്രജ്ഞരിൽ ആധുനിക ഗണിതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷനുകൾ: 1 പൈഥഗോറസ്, 2 യൂക്ലിഡ്, 3 ആർക്കിമിഡീസ്, 4 റെനെ ഡെക്കാർട്ടെ. ശരിയായ ഉത്തരം 4 റെനെ ഡെക്കാർട്ടെ. വിശദീകരണം: ഫ്രഞ്ച് ഗണിതശാസ്ത്രജ്ഞനും തത്വചിന്തകനുമായ റെനെ ഡെക്കാർട്ടെ ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത്. ഇത് ആധുനിക ഗണിതത്തിന്റെ അടിസ്ഥാനങ്ങളിൽ ഒന്നാണ്. ഒരു സംഖ്യയുടെ കാൽഭാഗവും പകുതിയും ആ സംഖ്യയുടെ ഇരട്ടിയും കൂട്ടിയാൽ 99 കിട്ടും എങ്കിൽ ആ സംഖ്യ ഏത്? ഓപ്ഷനുകൾ: 1 36, 2 72, 3 18, 4 99. ശരിയായ ഉത്തരം 36. വിശദീകരണം: സംഖ്യ എക്സ് ആണെന്ന് കരുതുക. x/4 പ്ലസ് x/2 പ്ലസ് 2x സമം 99. x പ്ലസ് 2x പ്ലസ് 8x/4 സമം 99. x സമം 396/11 സമം 36. താഴെ പറയുന്നവയിൽ ഗണിതശാസ്ത്ര പഠനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷനുകൾ: 1 ഗണിത ആശയങ്ങൾ വിദ്യാർത്ഥിയുടെ ദൈനംദിന ജീവിതവുമായി ബന്ധിപ്പിച്ച് പഠിപ്പിക്കണം. 2 ഒരു ഗണിതശാസ്ത്ര അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സഹായകമാകണം. 3 ഒരു ഗണിതശാസ്ത്ര അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് സ്വന്തമായി പ്രശ്ന പരിഹാരത്തിനുള്ള കഴിവ് വളർത്താൻ സഹായിക്കണം. 4 ഗണിത ക്ലബ് പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥിയുടെ താൽപ്പര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ശരിയായ ഉത്തരം 3. വിശദീകരണം: ഗണിത അധ്യാപകൻ വിദ്യാർത്ഥികളെ സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രശ്നങ്ങൾക്ക് സ്വന്തമായി പരിഹാരം കണ്ടെത്താനും സഹായിക്കണം. ഇത് അവരുടെ പ്രശ്നപരിഹാര ശേഷി വർദ്ധിപ്പിക്കുന്നു. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി പ്രായം 10 ആണ്. 5 വർഷം കഴിഞ്ഞ് അവരുടെ ശരാശരി പ്രായം എത്രയായിരിക്കും? ഓപ്ഷനുകൾ: 1 13 വർഷം, 2 14 വർഷം, 3 15 വർഷം, 4 16 വർഷം. ശരിയായ ഉത്തരം 15 വർഷം. വിശദീകരണം: ശരാശരി പ്രായം 10 ആണ്. 5 വർഷം കഴിയുമ്പോൾ ഓരോ കുട്ടിയുടെയും പ്രായം 5 വയസ്സ് കൂടും. അതിനാൽ ശരാശരി പ്രായവും 5 വയസ്സ് കൂടും. പുതിയ ശരാശരി പ്രായം 10 + 5 = 15 വർഷം. താഴെ പറയുന്നവയിൽ താഴ്ന്ന പ്രാഥമിക ക്ലാസുകളിൽ ഗണിത പഠനത്തിന് അനുയോജ്യമല്ലാത്തത് ഏതാണ്? ഓപ്ഷനുകൾ: 1 ആക്ടിവിറ്റി അധിഷ്ഠിതം, 2 പ്രശ്നപരിഹാര രീതി, 3 വ്യത്യസ്ത ചിന്ത, 4 മെറ്റാകോഗ്നിഷൻ. ശരിയായ ഉത്തരം 4 മെറ്റാകോഗ്നിഷൻ. വിശദീകരണം: മെറ്റാകോഗ്നിഷൻ എന്നത് സ്വന്തം ചിന്താപ്രക്രിയയെക്കുറിച്ച് ചിന്തിക്കാനുള്ള കഴിവാണ്. ഇത് ഉയർന്ന തലത്തിലുള്ള ഒരു ചിന്താശേഷിയായതിനാൽ താഴ്ന്ന പ്രാഥമിക ക്ലാസുകൾക്ക് ഇത് അനുയോജ്യമല്ല. ഗണിതശാസ്ത്ര പഠനത്തിൽ പരീക്ഷണ രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏതാണ്? ഓപ്ഷനുകൾ: 1 എല്ലാ ആശയങ്ങളും പഠിക്കാൻ ഇത് അനുയോജ്യമാണ്, 2 കുട്ടി സ്വന്തമായി പൊതുവായ തത്വങ്ങളിൽ എത്തുന്നു, 3 കുട്ടി വിവിധ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കുന്നു, 4 ഇത് കുട്ടിയുടെ മനോഭാവം വർദ്ധിപ്പിക്കുന്നു. ശരിയായ ഉത്തരം 1. വിശദീകരണം: പരീക്ഷണ രീതി ചില ഗണിതശാസ്ത്ര ആശയങ്ങൾ പഠിക്കാൻ വളരെ അനുയോജ്യമാണ്. എന്നാൽ എല്ലാ ആശയങ്ങളും ഈ രീതിയിൽ പഠിപ്പിക്കാൻ പ്രയാസമാണ്. ഉദാഹരണത്തിന് വളരെ സങ്കീർണമായ അമൂർത്ത ആശയങ്ങൾ. ഏത് രീതിയിലാണ് കണ്ടെത്തൽ, നിരീക്ഷണ രീതി, വിശകലന രീതി, യുക്തിസഹമായ രീതി എന്നിവ ഉൾക്കൊള്ളുന്നത്? ഓപ്ഷനുകൾ: 1 ഇൻഡക്റ്റീവ് രീതി, 2 സിന്തറ്റിക് രീതി, 3 അനലിറ്റിക് രീതി, 4 ഡിഡക്റ്റീവ് രീതി. ശരിയായ ഉത്തരം ഇൻഡക്റ്റീവ് രീതി. വിശദീകരണം: ഇൻഡക്റ്റീവ് രീതിയിൽ കുട്ടികൾ ഉദാഹരണങ്ങൾ, കണ്ടെത്തലുകൾ, നിരീക്ഷണങ്ങൾ എന്നിവയിലൂടെ ഒരു പൊതു നിയമത്തിലേക്കോ അല്ലെങ്കിൽ തത്വത്തിലേക്കോ എത്തിച്ചേരുന്നു. ഇതൊരു പ്രത്യേകത്തിൽ നിന്ന് പൊതുവിലേക്കുള്ള ഒരു സമീപനമാണ്. MMXII എന്ന റോമൻ സംഖ്യ ഏതിനെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷനുകൾ: 1 2022, 2 222, 3 20022, 4 122. ശരിയായ ഉത്തരം 2022. വിശദീകരണം: M = 1000, MM = 2000, X = 10, XX = 20, I = 1, II = 2. അതുകൊണ്ട് MMXII = 2000 + 20 + 2 = 2022. ദീപേഷിന് ഒരു ജോലി 4 ദിവസം കൊണ്ട് ചെയ്യാം, ബിന്ദുവിന് അത് 6 ദിവസം കൊണ്ട് ചെയ്യാം. രണ്ടുപേരും ചേർന്ന് എത്ര ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കും? ഓപ്ഷനുകൾ: 1 4 ദിവസം, 2 2 ദിവസം, 3 6 ദിവസം, 4 5 ദിവസം.
ശരിയായ ഉത്തരം 2 ദിവസം. വിശദീകരണം: ഒരു ദിവസം കൊണ്ട് ദീപേഷ് ചെയ്യുന്ന ജോലി 1/4, ഒരു ദിവസം കൊണ്ട് ദിന്ദു ചെയ്യുന്ന ജോലി 1/6. രണ്ടുപേരും ചേർന്ന് ഒരു ദിവസം ചെയ്യുന്ന ജോലി 1/4 + 1/6 = 3 + 2/12 = 5/12. ജോലി പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 1/5/12 = 12/5 = 2.4 ദിവസം. ഓപ്ഷനുകൾ അനുസരിച്ച് ഇത് ഏകദേശം 2 ദിവസമാണ്. തന്ത്രസംഗ്രഹം എന്ന ഗണിതശാസ്ത്ര കൃതി രചിച്ചത് ആര്? ഓപ്ഷനുകൾ: 1 ഭാസ്കരൻ, 2 കേളല്ലൂർ നീലകണ്ഠ സോമയാജി, 3 മാധവൻ, 4 വടശ്ശേരി പരമേശ്വരൻ നമ്പൂതിരി. ശരിയായ ഉത്തരം 2 കേളല്ലൂർ നീലകണ്ഠ സോമയാജി. വിശദീകരണം: കേരളത്തിലെ ഗണിതവും ജ്യോതിശാസ്ത്രജ്ഞനുമായ കേളല്ലൂർ നീലകണ്ഠ സോമയാജി രചിച്ച പ്രധാന കൃതിയാണ് തന്ത്രസംഗ്രഹം. താഴെ പറയുന്നവയിൽ ഗണിത പഠനത്തിന്റെ കഴിവ് അല്ലാത്തത് ഏതാണ്? ഓപ്ഷനുകൾ: 1 പ്രശ്നപരിഹാരം, 2 ഗണിതചിന്തനം, 3 ഗണിത ആശയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, 4 കണക്കെടുപ്പും പ്രവചനവും. ശരിയായ ഉത്തരം 4 കണക്കെടുപ്പും പ്രവചനവും. വിശദീകരണം: പ്രശ്നപരിഹാരം, ഗണിതചിന്തനം, ആശയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് എന്നിവ ഗണിത പഠനത്തിന്റെ പ്രധാന കഴിവുകളാണ്. കണക്കെടുപ്പും പ്രവചനവും ഒരു സാങ്കേതിക കഴിവാണ്.